നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സിദ്ധാർത്ഥനെ മർദ്ദിച്ചവശനാക്കി ഒടുവിൽ ശുചിമുറിയിൽ കെട്ടിത്തൂക്കിയതാണ് എന്ന സംശയം ബലപ്പെടുന്നു. ഏറെ ദുരൂഹതകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സിദ്ധാർത്ഥിൻ്റെ മരണം അധികൃതർ അറിയുന്നതിന് മുൻപേ ആംബുലൻസ് വിളിച്ചു വരുത്തി. വൈത്തിരി പോലീസ് രജിസ്റ്റർ ചെയ്ത FIR പ്രകാരം 18-ാം തീയതി 4:29 മരണവിവരം സ്റ്റേഷനിൽ അറിയുന്നത്. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അനുമതി വാങ്ങിയെന്ന് പറഞ്ഞാണ് ആംബുലൻസ് ഡ്രൈവർ ഉച്ചയ്ക്ക് 1:30 മണിക്ക് ആംബുലൻസുമായി ഹോസ്റ്റൽ മുറ്റത്തെത്തിയത്. തുടർന്ന് ആംബുലൻസുകാർ മൃതദേഹം വൈത്തിരി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പോലീസ് സ്റ്റേഷനിൽ വൈകുന്നേരം 4:29 വിവരം അറിഞ്ഞതെങ്കിൽ ആംബുലൻസ് എങ്ങനെയാണ് ഉച്ചയ്ക്ക് 1:30 മണിക്ക് ഹോസ്റ്റൽ മുറ്റത്തെത്തിയത്? ഇവിടെ കള്ളം പറയുന്നത് പോലീസ് സ്റ്റേഷൻ അധികൃതരോ ആംബുലൻസ് ഡ്രൈവറോ? മരണവിവരം കോളേജിൻ്റെ ഡീൻ അറിയുന്നതിന് മുൻപ് തന്നെ ആംബുലൻസ് ഹോസ്റ്റൽ മുറ്റത്തെത്തി എന്ന് പറയുന്നിടത്താണ് കൂടുതൽ ദുരൂഹത. കോളേജ് അധികൃതരെ വിവരമറിയിക്കുന്നതിന് മുൻപ് തന്നെ കുട്ടികൾ ആംബുലൻസ് വിളിച്ചുവെങ്കിൽ അതിൽ ഏറെ ദുരൂഹതകളുണ്ട്. ശുചിമുറിയിൽ കയറിയ സിദ്ധാർത്ഥ് തൂങ്ങി മരിച്ചു എന്ന് പ്രതികൾ മനസ്സിലാക്കിയതെങ്ങനെ? ശുചിമുറിയിൽ സിദ്ധാർത്ഥ് കയറിയെന്നും തൂങ്ങി നിൽക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ടാണ് ഡീനിനെ ഇപ്പോൾ പ്രതികളാക്കപ്പെട്ടവർ ഫോൺ വിളിക്കുന്നത്. തുടർന്ന് പ്രതികളാക്കപ്പെട്ട കുട്ടികൾ ശുചിമുറിയുടെ വാതിൽ ചവിട്ടിപ്പൊളിച്ചുവെന്നാണ് ഡീൻ പിന്നീട് നമ്മോട് പറഞ്ഞത്. അതിനർത്ഥം ശുചിമുറിയിൽ കയറിയ ഉടൻ തന്നെ സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തു എന്ന് നിരൂപിച്ചതെങ്ങനെ? സിദ്ധാർത്ഥൻ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കുളിമുറി അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു എന്നും ചവിട്ടിപ്പൊളിച്ചാണ് അകത്ത് കയറിയത് എന്നും പോലീസിന് വിദ്യാർത്ഥികൾ മൊഴി നൽകിയിരിക്കുന്നു. എന്നാൽ കുളിമുറിയിലേക്ക് വാതിൽ തുറക്കാതെ തന്നെ മുകളിലൂടെ ഇറങ്ങാനും വാതിൽ ലോക്ക് ചെയ്യാനുമുള്ള സൗകര്യങ്ങളുണ്ട്. 6 മണിക്കൂർ തുടർച്ചയായി മർദ്ദനമേറ്റ് വെള്ളവും ഭക്ഷണവും കിട്ടാതെ തീർത്തും അവശനായി ഒന്ന് എഴുന്നേൽക്കാൻ പോലും സാധിക്കാതെ കിടക്കുന്ന സിദ്ധാർത്ഥ് എങ്ങനെ ശുചിമുറി വരെ നടന്നുപോയി കയറെടുത്ത് അതിൽ തൂങ്ങി ആത്മഹത്യ ചെയ്യും? 18-ാം തീയതി രാവിലെയും സിദ്ധാർത്ഥിനെ പ്രതികൾ മർദ്ദിച്ചു എന്നാണ് സഹവിദ്യാർത്ഥികൾ നൽകുന്ന മൊഴി. എഴുന്നേൽക്കാൻ പോലുമാകാതെ കട്ടിലിൽ തളർന്നു കിടന്ന സിദ്ധാർത്ഥ് എന്തിനാണ് ശുചിമുറി വരെ നടന്നുപോയത്? തൂങ്ങി നിന്ന സിദ്ധാർത്ഥ് അല്പമാത്ര വസ്ത്രധാരണം മാത്രമാണ് നടത്തിയത്. ഒരു ജെട്ടി മാത്രം ഇട്ടുകൊണ്ട് ആരെങ്കിലും പരസ്യമായി നടന്നുപോയി ശുചിമുറിയിൽ കയറി തൂങ്ങിച്ചാവുമോ? സംശയങ്ങൾ വ്യക്തമായി ഒരു കൊലപാതകത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എന്നിട്ടും ഇതുവരെ പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റം പോലീസ് ചുമത്തിയിട്ടില്ല. 3 ദിവസങ്ങളാണ് സിദ്ധാർത്ഥനെ മുറിയിൽ പൂട്ടി ക്രൂരമായി സഹവിദ്യാർത്ഥികൾ മർദ്ദിച്ചത്. എന്നിട്ടും ഈ വിവരം അറിഞ്ഞില്ല എന്ന മൊഴിയാണ് ഇപ്പോൾ ഡീൻ പോലീസിന് നൽകുന്നത്. ഹോസ്റ്റലിൻ്റെ നടുത്തളത്തിൽ ഏകദേശം 130ഓളം വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് അവനെ നഗ്നനാക്കി പരസ്യമായി മർദ്ദിച്ചു. പിന്നീട് കോളേജിന് പിന്നിലുള്ള പാറപ്പുറത്തേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു. ഇതെല്ലാം 1-2 മണിക്കൂറുകൾ കൊണ്ട് നടന്ന കാര്യമല്ല. തുടർച്ചയായി 3 ദിവസങ്ങളിലാണ് ഈ ക്രൂരകൃത്യങ്ങൾ അത്രയും അവിടെ നടന്നത്. ഈ പീഡനം നടക്കുമ്പോൾ ഇതെല്ലാം ഡീനും വാർഡനുമൊക്കെ കണ്ടുകൊണ്ടിരുന്നുവെന്നാണ് ഇപ്പോൾ സഹവിദ്യാർത്ഥികൾ നൽകുന്ന മൊഴി. ഇത്തരമൊരു കൊടിയ പീഡനം കണ്ടുകൊണ്ട് നിന്ന ഡീനും വാർഡനും അതുകൊണ്ട് തന്നെ കുറ്റവാളികളാണ്. ഡീനും പ്രതികളും ചേർന്നാണ് സിദ്ധാർത്ഥിൻ്റെ ശരീരം അഴിച്ചിറക്കിയത്. ഡീനിൻ്റെ ജോലി ആരാച്ചാരുടെ ജോലിയല്ല എന്ന് സിദ്ധാർത്ഥിൻ്റെ പിതാവ് പറയുന്നതും അതുകൊണ്ട് തന്നെ. ആരാച്ചാരാണല്ലോ ആളുകളെ കൊല്ലുന്നതും അഴിച്ചിറക്കുന്നതും. അയാൾ കൊന്നിട്ടുണ്ടോ എന്നറിയില്ല, പക്ഷെ മൃതദേഹം അയാൾ അഴിച്ചിറക്കി എന്ന് സിദ്ധാർത്ഥിൻ്റെ പിതാവ് പറയുന്നു. വിവരമറിഞ്ഞ് 10 മിനിറ്റിനുള്ളിൽ ഹോസ്റ്റലിൽ താനെത്തി എന്ന് ഡീൻ പറഞ്ഞിരുന്നു. ഹോസ്റ്റലിൽ താനെത്തിയപ്പോൾ മറ്റ് വിദ്യാർത്ഥികൾ ശുചിമുറിയുടെ വാതിൽ ചവിട്ടിപ്പൊളിക്കുകയായിരുന്നുവെന്നാണ് ഡീൻ പറയുന്നത്. തുടർന്ന് തൂങ്ങി നിന്ന സിദ്ധാർത്ഥിനെ താൻ ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് അഴിച്ച് താഴെയിറക്കിയത് എന്നും ഡീൻ പറഞ്ഞിരുന്നു. അതിനർത്ഥം പൂട്ടിയ കുളിമുറിക്കുള്ളിൽ സിദ്ധാർത്ഥ് തൂങ്ങി നിൽക്കുന്നുവെന്ന് ഡീനിനെ വിളിച്ചു പറഞ്ഞവർ ആരാണ്? ഏതൊരു കുറ്റകൃത്യത്തിന് പിന്നിലും ഒളിഞ്ഞിരിക്കുന്ന ചില സത്യങ്ങളുണ്ട്, ദൈവത്തിൻ്റെ ചില കയ്യൊപ്പുകളുണ്ട്. അതുകൊണ്ട് മാത്രമാണ് സിദ്ധാർത്ഥിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പൂർണ്ണ വിവരങ്ങൾ ഇപ്പോൾ പുറം ലോകത്തേക്ക് വരുന്നത്. തുടക്കത്തിൽ മുഴുവൻ പ്രതികളെയും പിടികൂടുന്നതിൽ പോലീസ് കൃത്യമായ വീഴ്ച വരുത്തി. സിദ്ധാർത്ഥിനെ ഒറ്റുകൊടുത്ത പെൺകുട്ടിയെ ഇപ്പോഴും ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് CPM പാർട്ടി. അധികൃതർ എന്തുകൊണ്ട് പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്തുന്നില്ല? ഇത്തരമൊരു കുറ്റകൃത്യം നടന്നാൽ ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ സീൻ മഹസർ തയ്യാറാക്കുന്നതുവരെ സംഭവസ്ഥലം സീൽ ചെയ്യണമെന്നതാണ് നിയമം. ഇക്കാര്യങ്ങൾ ഡീനിനും അറിവുള്ളതല്ലേ? കൊലപാതകമാണ് എന്ന ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത് തെളിയിക്കണമെങ്കിൽ തൂങ്ങാൻ ഉപയോഗിച്ച വസ്തു കൂടി ഫോറൻസിക് സയൻസ് ലാബിൽ പരിശോധിക്കണം. തൂങ്ങി മരണത്തെക്കുറിച്ച് കൂടുതൽ വിശദമായ പരിശോധനകൾ വേണം.
എന്നാൽ അതിനുള്ള എല്ലാ സാധ്യതകളും ഡീനിൻ്റെ നേതൃത്വത്തിൽ അടച്ചു കളഞ്ഞു. തൂങ്ങാൻ ഉപയോഗിച്ച തുണിയുടെ നൂലിൻ്റെ മർദ്ദം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയാലേ കൊലപാതകമാണോ തൂങ്ങിമരണമാണോ എന്ന് കണ്ടെത്താൻ കഴിയൂ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കൊണ്ടുവന്നപ്പോൾ തൂങ്ങി മരിക്കാൻ ഉപയോഗിച്ച വസ്തു പോലീസ് കൊണ്ടുവന്നിട്ടില്ല എന്ന് ബത്തേരി താലൂക്ക് ആശുപത്രിയിലെ ഫോറൻസിക് സർജൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇക്കാര്യങ്ങൾ വ്യക്തമായി അറിവുള്ളതല്ലേ കേരള പോലീസിന്? കഴുത്തിൽ ഉൾപ്പെടെ 18 സ്ഥലങ്ങളിൽ പരിക്കുകൾ. പോസ്റ്റ്മോർട്ടത്തിന് മുൻപ് തന്നെ ഡോക്ടർമാർക്ക് എളുപ്പം മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു സിദ്ധാർത്ഥിന്റെ ദേഹത്തെ ഈ പരിക്കുകൾ. പോസ്റ്റ്മോർട്ടത്തിന് മുൻപ് തന്നെ പോലീസ് കഴുത്തിൽ ഉൾപ്പെടെ 18 സ്ഥലങ്ങളിലെ പരിക്ക് മാർക്ക് ചെയ്ത് സർജന് കൈമാറിയിരുന്നു. ഇത് തന്നെ സംശയത്തിന് വക നൽകുന്നതാണ്. പക്ഷേ എന്തുകൊണ്ട് സംഭവസ്ഥലം സീൽ ചെയ്യുന്ന കാര്യത്തിൽ പോലീസിന് വീഴ്ച പറ്റി? സിദ്ധാർത്ഥ് തൂങ്ങിമരിച്ച മുറി പൂർണ്ണമായും പ്രതികളുടെ നിയന്ത്രണത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ മുഴുവൻ തെളിവുകളും ആദ്യഘട്ടത്തിൽ തന്നെ മായ്ച്ചു കളയാൻ അവർക്ക് കഴിഞ്ഞു. ഈ കൊടും ക്രൂരകൃത്യത്തിന് കൂട്ടുനിന്നത് കോളേജിൻ്റെ ചുമതലയുള്ള ഡീൻ. ഒരാളുടെ തൂങ്ങിമരണം കൊലപാതകമോ ആത്മഹത്യയോ എന്ന സംശയം വന്നാൽ സെല്ലോഫൈൻ ടേപ്പ് ടെസ്റ്റ് നടത്തിയാണ് സംശയം നീക്കുക. പോസ്റ്റ്മോർട്ടത്തിന് മൃതദേഹം കൊണ്ടുവന്നപ്പോൾ തൂങ്ങി മരിക്കാൻ ഉപയോഗിച്ച മുണ്ട് കൊണ്ടുവന്നില്ല എന്ന് ബത്തേരി താലൂക്ക് ആശുപത്രിയിലെ ഫോറൻസിക് സർജൻ തന്റെ റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നു. തൂങ്ങി മരണത്തിന്റെ യാതൊരുവിധ ലക്ഷണങ്ങളും ആ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ക്രൈം സീൻ സീൽ ചെയ്യുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു. കൃത്യമായ അട്ടിമറി തന്നെയാണ് സിദ്ധാർത്ഥിന്റെ കൊലപാതകവുമായി നടന്നത് എന്ന് വ്യക്തം. കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് SFI ക്രിമിനൽ സംഘമായതുകൊണ്ട് തന്നെ സഹവിദ്യാർത്ഥികൾ ഭയപ്പെട്ടു. ആ 130 മരവാഴകളും നോക്കി നിന്നു ഈ കൊടിയ ക്രൂരകൃത്യം. അവരുടെ നാവുയർന്നില്ല ഇത് കൊലപാതകമാണ് എന്ന് വിളിച്ചു പറയാൻ. കോളേജ് ഡീൻ ഉൾപ്പെടെയുള്ളവരുടെ ഒത്താശ കൂടി കിട്ടിയപ്പോൾ കൊലപാതകികൾക്ക് ഇരട്ടി കരുത്തായി. പാർട്ടി കുടപിടിച്ചുകൊണ്ട് തന്നെ ആ പ്രതികളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ കാഴ്ച ഇപ്പോഴും നമുക്ക് മുന്നിലുണ്ട്. ഒടുവിൽ ജയിലിനുള്ളിൽ ഒരു പ്രതിയുടെ അമ്മയെത്തി വീണ്ടും PTA ഗ്രൂപ്പിലിട്ട മെസ്സേജ്, തൻ്റെ മോൻ ഇപ്പോൾ സേഫാണ്, അതും സബ് ജയിലിൽ. വളരെ സേഫായി തന്നെ ഈ പ്രതികളെ രക്ഷിക്കാൻ കഴിയും എന്ന് ഓരോ പ്രതികളുടെ മാതാപിതാക്കൾക്കും ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സഹവിദ്യാർത്ഥികൾ ഇപ്പോഴും മൗനം തുടരുന്നത്. ഈ കൊടും ക്രിമിനലുകൾ പുറത്തിറങ്ങിയാൽ തങ്ങളുടെ ജീവന് കൂടി അപകടമുണ്ടാകും എന്ന് ആ 130 മരവാഴകൾ ഭയക്കുന്നു. ഒരു കൊലപാതകത്തിന് ഇതിൽ പരം എന്ത് തെളിവ് വേണം? എന്നിട്ടും പ്രതികളെ രക്ഷിക്കാൻ പാഞ്ഞു നടക്കുകയാണ് CPM എന്ന പാർട്ടി. സിദ്ധാർത്ഥിൻ്റെ കൊലപാതകത്തിൽ പ്രതികരിക്കാൻ ഇപ്പോഴും മടിക്കുന്ന കേരളത്തിലെ സാംസ്കാരിക നായകരും നവോത്ഥാന നായകരുമൊക്കെ സ്വന്തം മനസ്സാക്ഷിയെ ഒന്ന് പരിശോധന വിധേയമാക്കണം. നിങ്ങളുടെ മരിച്ച ഈ മനസ്സാക്ഷി തന്നെയാണ് ഇത്തരം കൊടുംക്രൂരകൃത്യങ്ങൾ ഇവിടെ വളരാൻ അനുവദിക്കുന്നത്. സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ മുതലക്കണ്ണീർ ഒഴുക്കുന്ന മാധ്യമങ്ങൾ എന്നൊക്കെ പറഞ്ഞ് CPMഉം ദേശാഭിമാനിയും ഏറെ പരിഹസിക്കുമ്പോൾ ഒരു വാസ്തവം നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കും. എത്ര ഇരുട്ടുകൊണ്ട് നിങ്ങൾ ഇതിനെയൊക്കെ മറയ്ക്കാൻ ശ്രമിച്ചാലും ജനം മരപ്പൊട്ടരല്ല എന്ന് തിരിച്ചറിയുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.